നമസ്കാരം. റഷ്യ യുക്രൈനെ വീണ്ടും ആക്രമിക്കുന്നതിൽ നിന്നും തടയണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. സമാധാനം പുനഃസ്ഥാപിക്കാൻ അത് മാത്രമാണ് വഴിയെന്ന് പറഞ്ഞ സ്റ്റാമർ പക്ഷേ അമേരിക്ക അതിനായി സൈനിക വിന്യാസം നടത്തണോ എന്ന് വ്യക്തമാക്കിയില്ല. എന്നാൽ അടുത്തയാഴ്ച വാഷിംഗ്ടണിൽ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇത് പ്രധാന ചർച്ചാ വിഷയമാകുമെന്നത് ഉറപ്പാണ്. യൂറോപ്പിലെ സഖ്യകക്ഷികൾ തങ്ങളുടെ സൈനിക ശക്തിയും പ്രതിരോധ ബജറ്റും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നും സ്റ്റാമർ പറഞ്ഞു. പാരീസിൽ മറ്റ് യൂറോപ്യൻ രാഷ്ട്രത്തലവന്മാരുമായി നടത്തിയ അടിയന്തര യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ യൂറോപ്പ് അതിന്റെ പങ്ക് നിർവഹിക്കണമെന്ന് പറഞ്ഞ സ്റ്റാമർ, ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകുകയാണെങ്കിൽ അത് കാത്തു സൂക്ഷിക്കാൻ മറ്റ് സഖ്യകക്ഷികൾക്കൊപ്പം ബ്രിട്ടീഷ് സൈന്യത്തെയും ഇറക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. എന്നാൽ അതിന് അമേരിക്കയുടെ പിന്തുണ കൂടിയേ തീരൂ. അമേരിക്ക നൽകുന്ന സുരക്ഷാ ഉറപ്പിന് മാത്രമേ റഷ്യ യുക്രൈനിൽ വീണ്ടും ആക്രമിക്കുന്നതിൽ നിന്നും പിന്മാറ്റാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താണ് യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന ചോദ്യത്തിന് തങ്ങൾ ചർച്ചയുടെ ആദ്യഘട്ടത്തിലാണെന്നും എന്നാൽ സമാധാനം ശക്തിയിലൂടെ മാത്രമേ പുനഃസ്ഥാപിക്കുവാനും സ്ഥിരമായി നിലനിർത്തുവാനും കഴിയുകയുള്ളൂ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനായി യുക്രൈനെ സാധ്യമായ രീതിയിൽ പരമാവധി ശക്തിയുള്ളതാക്കി തീർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ചർച്ചകൾ നടക്കുമെന്നതിനാൽ യുക്രൈന് നൽകുന്ന സഹായം കുറയ്ക്കുമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം വരുന്ന ഏതാനും മാസങ്ങൾ കൂടി യുക്രൈന് കൂടിയ അളവിലുള്ള സഹായങ്ങൾ നൽകേണ്ടി വരും എന്നും പറഞ്ഞു. അതിനായുള്ള ശ്രമത്തിൽ ബ്രിട്ടൻ മുൻനിരയിൽ തന്നെ നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് യുക്രൈനിൽ യൂറോപ്യൻ സൈന്യങ്ങൾക്കൊപ്പം സമാധാന സേനയിൽ അമേരിക്കയും പ്രവർത്തിച്ചേക്കുമെന്ന സൂചനയാണ് യുക്രൈനിലേക്കുള്ള ട്രംപിന്റെ പ്രതിനിധികൾ നൽകിയത്. അതേസമയം പാരീസിൽ ചേർന്ന യൂറോപ്യൻ നേതാക്കളുടെ ഉച്ചകോടിയിൽ ഒരുമിച്ച് ഒരു തീരുമാനത്തിലെത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പകുതിയിൽ വെച്ച് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. ജർമ്മനിയിൽ ഈ ആഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ഇറങ്ങേണ്ടതിനാലാണ് അദ്ദേഹം നേരത്തെ യോഗത്തിൽ നിന്നും പോകുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അതേസമയം കീർ സ്റ്റാമർ യോജിപ്പില്ലാത്ത നേതാക്കളെ തന്റെ നേതൃത്വത്തിൽ ഒന്നിപ്പിക്കുന്നതിനായി യുക്രൈനിലേക്ക് ഒരു സമാധാന സേന അയക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചു. സമാധാന ഉടമ്പടിയിൽ ഒരുപാട് ഇളവുകൾ നൽകിയാൽ വ്ളാദിമിർ പുടിൻ വീണ്ടും യുദ്ധസജ്ജനായി എത്തിയേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകാനും സ്റ്റാമർ മടിച്ചില്ല. യോഗത്തിലെടുക്കുന്ന ഏതൊരു തീരുമാനവും ദീർഘകാല പ്രസക്തിയുള്ളതും അതേസമയം അമേരിക്കയുടെ സുരക്ഷാ ഉറപ്പുള്ളതായിരിക്കണമെന്ന് ആദ്യം മുതൽ തന്നെ കീർ സ്റ്റാമർ നിർബന്ധം പിടിച്ചിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, നെതർലൻഡ്സ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളുടെ തലവന്മാരും യൂറോപ്യൻ കൗൺസിലിന്റെയും യൂറോപ്യൻ കമ്മീഷന്റെയും പ്രസിഡന്റ്മാരും നാറ്റോ സെക്രട്ടറി ജനറലും പങ്കെടുത്തിരുന്നു. അതേസമയം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. അടുത്ത നടപടി എന്തെന്ന് താനുമായി കൂടിയാലോചിച്ച് ഇസ്രായേലിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡെയ്റ്റോണ 500ൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബന്ധിമോചനം ഇടയ്ക്ക് വെച്ച് ഹമാസ് നിർത്തിവെച്ചപ്പോൾ ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. തന്റെ അന്ത്യശാസനത്തിന് ഹമാസ് വഴങ്ങിയെന്നും ഒരു അമേരിക്കക്കാരനെ അടക്കം വിട്ടയച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ഒടുവിൽ വിട്ടയച്ച ബന്ധികളെല്ലാം നല്ല ആരോഗ്യവാന്മാരായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അത് നല്ല വാർത്തയാണ്. കാരണം അതിനു മുൻപത്തെ ആഴ്ച വിട്ടയച്ചവരെല്ലാം ഹോളോകോസ്റ്റിനെ അതിജീവിച്ചവരെ പോലെ ഉണ്ടായിരുന്നു. അവർക്ക് സംഭവിച്ചത് ഭീകരമാണെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്.